My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിയ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 199ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ അലൂമിന എന്ന അധ്യായത്തിൻ്റെ 9ാം ഭാഗം പരിഗണിക്കുന്നു. ഈ ഭാഗത്ത് അലൂമിനയുടെ വളരെ സവിശേഷമായ ചുമയുമായിട്ട് ബന്ധപ്പെട്ട ചില അവസ്ഥകൾ, ചില ഔഷധങ്ങളുമായിട്ടുള്ള കമ്പാരിസൺസ്, നട്ടെല്ലുമായിട്ട് വേദനയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, ഗായകരുടെ ശബ്ദം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയെ അലൂമിന എങ്ങനെ ഏത് ആസ്പെക്റ്റിൽ കവർ ചെയ്യുന്നു, അങ്ങനെ അതുപോലെ വളരെ ഡിസ്ക്രിമിനേറ്റ് സിംറ്റം, എങ്ങനെ വളരെ വ്യതിരിക്തമായ ചില ലക്ഷണങ്ങൾ, റസ്റ്റോക്സിൻ്റെ ലെക്ചറിൽ പറയാത്ത ഒരു കാര്യം ഇവിടെ ഞാൻ റസ്റ്റോക്സിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മറന്നുപോയാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുന്നൊരു കാര്യം, അങ്ങനെ പലതും ഈ ഭാഗത്ത് വരുന്നുണ്ട്. എല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കവ പരിശോധിക്കാം. അലൂമിന ഹാസ് ഹോഴ്സ്നെസ് ആൻഡ് ലോസ് ഓഫ് വോയിസ് ആൻഡ് പാരലിറ്റിക് വീക്ക്നെസ് ഓഫ് ദ ലാരിങ്സ്. സ്വനപേടകത്തിൻ്റെ ക്ഷീണിതാവസ്ഥ, തളർച്ച ബാധിച്ച അവസ്ഥ, അതുണ്ടാകുന്ന ശബ്ദത്തിലുണ്ടാകുന്ന ഒരു പരുതുവരുക്കൻ, ഒരു വ്യതിയാനം, ശബ്ദം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. ദാറ്റ് ഈസ് നോട്ട് സ്ട്രേഞ്ച്, ഇറ്റ് ഈസ് ഓൺലി ഇൻ കീപ്പിംഗ് വിത്ത് ദ ജനറൽ സ്റ്റേറ്റ്, ദ ബ്രോക്കൺ ഡൗൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇതിങ്ങനെ സംഭവിക്കുന്നതിൽ വളരെ അത്ഭുതകരമായിട്ടോ വിസ്മയകരമായിട്ടോ അവിചാരിതമായിട്ടോ യാതൊന്നുമില്ല. അലൂമിന പേഷ്യൻ്റ് നേച്ചറാണ്, ഒരു ബ്രോക്കൺ ഡൗൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്, ജനറൽ വീക്ക്നെസ് ഉണ്ട്, ഒരു പാരറ്റിക് കണ്ടീഷൻ ഉണ്ട്. അത് ലാരിങ്സിനെയും ബാധിക്കുന്നതെന്നേ ഉള്ളൂ. ഹി ഹാസ് എ വീക്ക് വോയിസ് ആൻഡ് ഇഫ് എ സിംഗർ ഹി ഈസ് കേപ്പബിൾ ഓഫ് സിംഗിങ് ഓൺലി ലിറ്റിൽ വൈൽ, ഓൺലി കേപ്പബിൾ ഓഫ് സ്ലൈറ്റ് എക്സർഷൻ. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ശബ്ദം വളരെ ക്ഷീണിതമാണ്. അപ്പോൾ ഈ അലൂമിന പേഷ്യൻ്റ് ഒരു ഗായകനോ ഗായികയോ ആണെങ്കിൽ ആ പാട്ട് ശരിയായ രീതിയിൽ പാടി തീർക്കാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും ആൾ എക്സോസ്റ്റഡ് ആവും. അപ്പോൾ ശബ്ദം നേർത്ത് വരും. അത് കഴിഞ്ഞ് എക്സേർഷൻ, ഇപ്പോൾ ചില ഉച്ചസ്ഥായിലും മറ്റുമൊക്കെ അല്ലെങ്കിൽ കൂടുതൽ ശ്വാസം പിടിച്ച് പാടേണ്ട ചില അവസ്ഥകൾ, സങ്കീർണമായ രാഗങ്ങൾ, വെസ്റ്റേണിലാണെങ്കിൽ ഓപ്പറ സിംഗിങ്ങിനെ കുറിച്ച് പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്. അതിൽ സ്ത്രീകളുടെ ലീഡ് വോയിസ് എടുക്കുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവർക്കത് പാടി മുഴുമിപ്പിക്കാൻ പറ്റില്ല. വളരെയധികം എക്സേർഷൻ വേണ്ടുന്ന ചില ഭാഗങ്ങൾ സംഗീതത്തിൽ, വിശേഷിച്ചും ക്ലാസിക്കൽ മ്യൂസിക്കിൽ വെസ്റ്റേൺ ആയാലും ഈസ്റ്റേൺ ആയാലും ഉണ്ടാകും. എവറിത്തിങ് ഈസ് എ ബേർഡൻ, സകലതും ഒരു ഭാരമായിട്ട് തോന്നുന്നു. അതാണ് അതിൻ്റെ കറക്റ്റ് എക്സ്പ്രഷൻ. ആ ഒരു പാരറ്റിക് കണ്ടീഷൻ ഉള്ളതുകൊണ്ട്, ക്ഷീണിതാവസ്ഥകളുണ്ട്, എന്ത് കാര്യവും ഒരു ഭാരമാണ്. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്വഭാവം. A paralytic condition of the vocal cords which steadily increases to loss of voice. അപ്പോൾ സ്വനതന്തുക്കളിൽ ഒരു ക്ഷീണിതാവസ്ഥ, തളർച്ചയുടെ അവസ്ഥയുണ്ട്. അത് ക്രമേണ സമ്പൂർണമായ ശബ്ദനഷ്ടത്തിലേക്ക് എത്തിച്ചേരും. The most striking things we come to know are the cough and chest troubles. ചുമയുമായിട്ടും നെഞ്ചിൻ്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. There is expectoration in some of the coughs, but the cough is usually a constant dry hawking cough. അപ്പോൾ പൊതുവെ ഡ്രൈ ആണ്. ചില ചുമകളിൽ കഫം വരാം. പൊതുവെ ഡ്രൈ ഹോക്കിംഗ് കോഫാണ്, കോൺസ്റ്റൻ്റ് ആണ്, സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ്. One of those troublesome lingering coughs that exist for years. വർഷങ്ങളായിട്ട് ഈ രോഗിയെ വിടാതെ പിന്തുടരുന്ന, അയാളെ ഇങ്ങനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ചുമകളിൽ ഒന്ന്, സവിശേഷമായ ഒന്ന്. ഇറ്റ് കമ്പീറ്റ്സ് വിത്ത് അർജൻറ്റം മെറ്റ് ഇൻ ഇറ്റ്സ് ക്യാരക്ടർ ഓഫ് ദ ഡ്രൈ ഹോക്കിംഗ് കോഫ്. ഈ ഡ്രൈ വരണ്ട ഹോക്കിംഗ് കോഫിൻ്റെ കാര്യത്തിൽ അർജൻറ്റം മെറ്റുമായിട്ട് ഒരു മത്സരം തന്നെ ഉണ്ട്. എസ്പെഷ്യലി അസോസിയേറ്റഡ് വിത്ത് വീക്ക്നെസ്, ഈ ക്ഷീണവുമായിട്ട് ബന്ധപ്പെട്ട്. അലൂമിന പേഷ്യൻ്റ് വളരെ ക്ഷീണിതയാണ്. അപ്പോൾ ആ ഒരു കാര്യമായിട്ട് വരുമ്പോൾ അർജൻറ്റം മെറ്റാലിക്കുമായിട്ട് ഒരു അടുത്ത സാദൃശ്യം പുലർത്തുന്നുണ്ട്.
ഇനി അതിന് വ്യത്യാസം ഇതാണ്. ബട്ട് അർജന്റൻ മെറ്റാലിയ ഹാസ് ദ കോഫ് ഇൻ ദ ഡേ ടൈം. അർജന്റൻ മെറ്റിൻ്റെ ചുമ പകൽ സമയമാണ്. വിച്ച് ഈസ് നോട്ട് സോ ഇൻ അലൂമിന. അലൂമിനയിൽ പൊതുവെ അങ്ങനെയല്ല. ദ അലൂമിന കോഫ് ഈസ് ഇൻ ദ മോർണിംഗ്. പ്രഭാതത്തിലാണ്, പുലർച്ചെയാണ്. പകൽക്കാലം അങ്ങ് വികസിച്ച് വന്നിട്ടില്ല, സൂര്യൻ ഉയർന്നു വന്നിട്ടില്ല. പുലർച്ചെയാണ് അലൂമിനയുടെ ചുമ. പകൽക്കാലം വന്നു കഴിയുമ്പോഴാണ് അർജന്റൻ മെറ്റാലിക്കത്തിൻ്റെ റോള് വരുന്നത്. ഹിയർ ഇസ് എ സിംറ്റം ദാറ്റ് അബൌട്ട് കവേഴ്സ് ദ അലൂമിന കഫ്. അലൂമിന കോഫുമായിട്ട് ബന്ധപ്പെട്ടൊരു സിംറ്റം പറയണം. ഫ്ലോറ കോട്ടി എന്ന് പറയുന്നത് കോഫ് സൂൺ ആഫ്റ്റർ വേക്കിംഗ് ഇൻ ദ മോർണിംഗ്. രാവിലെ ഉണർന്ന ഉടനെ. എവറി മോർണിംഗ് എ ലോങ് അറ്റാക്ക് ഓഫ് ഡ്രൈ കഫ്. എല്ലാ പ്രഭാതത്തിലും ഒരു വരണ്ട ചുമ, ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന വരണ്ട ചുമ എല്ലാ പ്രഭാതത്തിലും. ദ കോഫ് ഈസ് ഹാർഡ്, എ കണ്ടിന്യൂഡ് ഡ്രൈ ഹോക്കിംഗ് ആൻഡ് ഷീ കോഫ്സ് അണ്ടിൽ ഷീ ലോസസ് ഹെയർ ബ്രത്ത് ആൻഡ് വൊമിറ്റ്സ്. അപ്പോൾ വളരെ കടുത്ത ചുമയാണ്, വരണ്ട ചുമയാണ്. അതിങ്ങനെ നീണ്ടു നിന്നിട്ട് ശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു, ശ്വാസം കിട്ടാതെ വരുന്നുണ്ട്, അവസാനം ഛർദ്ദിക്കുന്നു. ആൻഡ് ലോസസ് ദ യൂറിൻ. മാത്രമല്ല ഈ ചുമയുടെ ശക്തി കാരണം മൂത്രം വിട്ടുപോവുക പോലും ചെയ്യുന്നു. ദിസ് സിംറ്റം കോമൺലി ഒക്കേഴ്സ് ഇൻ ദ വുമൺ. സ്ത്രീകളിലാണ് ഈ പ്രശ്നം കൂടുതലും വരുന്നത്. പുലർച്ചെ വന്ന് ഈ ശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന, ഛർദ്ദിക്കുന്ന, മൂത്രമൊഴിച്ചു പോകുന്ന ആ ചുമ സ്ത്രീകളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. വീണ്ടും ഒരു ഫ്ലോറ കോട്ട് ചെയ്യുകയാണ്. ഡ്രൈ ഹോക്കിംഗ് കോഫ് വിത്ത് ഫ്രീക്വൻറ്റ് സ്നീസിങ്. ഇടക്കിടക്ക് ഈ മുക്കിയീറ്റലുമായിട്ട് ചേർന്ന് വരുന്ന ഈ ഒരു ചുമ, വരണ്ട ചുമ. ഇറ്റ് സേസ് ഇൻ ദ ടെക്സ്റ്റ്. ഈ വിജയമണിക്ക ടെക്സ്റ്റിൽ പറയുന്ന കാര്യം കോട്ട് ചെയ്തിരിക്കുകയാണ്. ഫ്രം ഇലോങ്ങേറ്റഡ് വ്യൂല. നീണ്ട കുറുനാവ് കൊണ്ടുള്ള ഇറിറ്റേഷൻ കൊണ്ടുള്ള ചുമയെന്നാണ് പറയുന്നത്. പക്ഷെ കെൻ്റ് അതിനൊന്ന് പതുക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ് ഷുഡ് ബി റെഡ്. പക്ഷെ അത് അങ്ങനെയല്ലേ പറയേണ്ടത്. ഫ്രം സെൻസേഷൻ ഓഫ് ഇലോങ്ങേറ്റഡ് വ്യൂല. സെൻസേഷനാണ്. വാസ്തവത്തിൽ ഈ കുറുനാവ് നീണ്ട് എവിടെയെങ്കിലും മുട്ടിയിട്ടില്ല, അങ്ങനത്തെ ഒരു തോന്നലാണ് വാസ്തവത്തിൽ. ഈ കെൻ്റ് ചില കാര്യങ്ങളൊരു ക്ലാരിഫിക്കേഷൻ വരുന്നുണ്ട്, ചില ഇമ്പ്രൂവ്മെൻറ്റുകൾ വരുന്നുണ്ട്. നമ്മളെ മാസ്റ്ററായിട്ടുള്ള ഹനുമാനെ പോലും ചില കാര്യങ്ങളിൽ കെൻ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഒന്നും നിഷേധിക്കുകയല്ല ചെയ്യുന്നത്, നിഷേധിക്കുകയോ തെറ്റാണെന്ന് പറയുകയല്ല ചെയ്യുന്നത്, ചില ക്ലാരിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഈ മാസ്റ്റേഴ്സിൻ്റെ കാലത്ത് അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ മെഡിക്കൽ ടെക്സ്റ്റ് എഴുതിയ കാലത്ത് വ്യക്തമല്ലാതിരുന്ന കാര്യം സ്വന്തം ക്ലിനിക്കൽ പ്രാക്ടീസ് കൊണ്ടും വളരെ ശക്തമായ സൂക്ഷ്മമായ നിരീക്ഷണം കൊണ്ടും അദ്ദേഹം അതിൻ്റെ ക്ലാരിറ്റി കൊടുക്കുകയാണ്. കുറുനാവ് വാസ്തവത്തിൽ നീണ്ടതല്ല, നീണ്ട സെൻസേഷനാണ്. ഹനുമാനെ ഇമ്പ്രൂവ് ചെയ്തൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെച്ച് ചിലർ വിമർശിക്കാറുണ്ട്. മെഡിസിൻ്റെ ആഫ്റ്റർ എഫക്ട്സിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല എന്ന് സാമുൽ ഹനുമാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹയർ പൊട്ടൻസീസിൻ്റെ വരവോടുകൂടി അത് സാധ്യമായി എന്ന് കെൻ്റ് ഒരിടത്ത് പറയുന്നുണ്ട്. അത് നിഷേധിക്കലല്ല, അതൊരു ഇമ്പ്രൂവ്മെൻ്റാണ്, ഒരു ക്ലാരിഫിക്കേഷനാണത്. ഇറ്റ് ഈസ് എ സെൻസേഷൻ ആസ് ഇഫ് ദർ വർ സംതിങ് ടിക്ലിങ് ദ ത്രോട്ട്. ആസ് ഇഫ് എന്ന് പറയില്ല, അങ്ങനെ അതേപോലെ, അങ്ങനെ എന്നാലെന്ന പോലെ, കുറുനാവ് നീണ്ടാലെന്ന പോലെ, തൊണ്ടയിൽ എന്തോ മുട്ടിയിട്ട് അവിടെ ഇക്കിളി കൂട്ടുന്നത് പോലെ. എ ടിക്ലിങ് ആസ് ഇഫ് ദ വ്യൂല വെർ ഹാങ്ങിങ് ഡൗൺ എ ലോങ് ഡിസ്റ്റൻസ്. കുറേ നീണ്ടുകിടക്കുകയാണെന്നത് പോലെ, നീണ്ടുകിടന്നിട്ടല്ല, അങ്ങനത്തെ പോലെ, ആസ് ഇഫ്. ആൻഡ് ഹി വിൽ ടെൽ യു ദാറ്റ് ഹിസ് പാലേറ്റ് മസ്റ്റ് ബി ടു ലോങ്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഫീലിംഗ് എന്താണ്? അത് കണ്ണാടി നോക്കുന്നില്ല, അല്ലെങ്കിൽ നോക്കി കാണുന്നില്ല, നോക്കാതെ അയാൾ ഫീല് പറയാണ്, ഇതിങ്ങനെ നീണ്ടു കിടന്നിട്ട് ഈ വായുടെ മേൽഭാഗം നീണ്ടു കിടന്നിട്ട് നാവിലും തൊണ്ടയിലൊക്കെ അത് ഉരസി ടിക്ലിംഗ് ഉണ്ടാക്കുകയാണ്. അനദർ എക്സ്പ്രഷൻ വിച്ച് ഈസ് ദ സെയിം തിങ് ഈസ് കോഫ് ഫ്രം സെൻസേഷൻ ആസ് ഓഫ് ലൂസ് സ്കിൻ ഹാങ്ങിങ് ഇൻ ത്രോട്ട്. അപ്പോൾ കുറുനാവല്ല, ഇങ്ങനെ തൊലി ചുക്കി ചുളിഞ്ഞ് നീണ്ടിങ്ങനെ കിടന്നിട്ട്, എന്തോ സ്ഥിരമായിട്ട് നീണ്ടു കിടന്നിട്ട് മുട്ടി ഉരസുന്ന പോലെ. സംടൈംസ് ദോസ് ഹു ഡു നോട്ട് നോ അബൌട്ട് ദ പാലേറ്റ് വിൽ ടോക്ക് ഓഫ് സംതിങ് ലൂസ് ഇൻ ദ ത്രോട്ട്. അപ്പോൾ കുറുനാവിനെ കുറിച്ച് അറിയാത്തവർ എന്തോ തൊണ്ടയിൽ ഇങ്ങനെ നീണ്ടു കിടന്നിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന പറയും. വൈൽ ദോസ് ഹു നോ ദേ ഹാവ് ആൻ വ്യൂല വിൽ ജനറലി കോൾ ഇറ്റ് ദ പാലേറ്റ്. അപ്പോൾ ഈ കുറുനാവിനെ കുറിച്ച് അറിയാവുന്നവർ ആ കുറുനാവെന്നല്ല പൊതുവെ പറയുന്നത്, വായുടെ മേൽഭാഗം, അത് അവിടുത്തെ തൊലി നീണ്ടു വന്നു എന്ന് പറയും. ടിക്ലിംഗ് ഇൻ ദ ലാരിങ്സ് ടു. സ്വനപേടകത്തിലും ഈ ഒരു ഇക്ലി ഉണ്ട്, ടിക്ലിംഗ് സെൻസേഷൻ ഉണ്ട്.
ദിസ് ഈസ് ഓൾവേസ് കോട്ടഡ് ഇൻ സിംഗേഴ്സ്. ഇത് ഗായകരിലാണ് ഈ ഒരു പ്രശ്നം ഉള്ളത്. അവർക്കത് വലിയ ശല്യമാണത്. We should think of alumina when singers break down in the voice from paralysis or from overwork of the voice. ശബ്ദത്തിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ട്, തളർച്ച കൊണ്ട് ആ ക്ഷീണിതാവസ്ഥ വന്നിട്ട് ശബ്ദം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ പ്രാസംഗികർക്ക്, ചില രാഷ്ട്രീയ പ്രസംഗങ്ങൾ ചെയ്യുന്നവർക്ക്, പണ്ടൊക്കെ കഥാപ്രസംഗക്കാർക്ക്, അങ്ങനെയൊക്കെ ഉണ്ടാകുമായിരുന്നു. ഇപ്പോഴും നീണ്ട പ്രസംഗം നടത്തുന്ന മണിക്കൂറുകളോളം പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ ഒരു അവസ്ഥ വരുമ്പോൾ അലൂമിനിയം ചിന്തിക്കാവുന്നതാണ്. ദ വോയിസ് ലെറ്റ്സ് ഡൗൺ ആൻഡ് ബിക്കംസ് ഫീബിൾ. ശബ്ദം പോയിട്ട് അത് പതുക്കെ തളർന്ന് ക്ഷീണിതമാകുന്നു, നേർത്ത് വരുന്നു. വെൻ ടേക്കിംഗ് കോൾഡ്, അങ്ങനത്തെ അവസ്ഥയിൽ തണുപ്പടിക്കുന്നു. ദർ സ്റ്റാർട്ട്സ് ഓഫ് എ പെക്യുലിയർ കൈൻഡ് ഓഫ് ടിക്ലിംഗ്. അങ്ങനെ വരുമ്പോൾ ഒരു വളരെ സവിശേഷമായ ഒരു തരം ടിക്ലിംഗ് സെൻസേഷൻ തൊണ്ടയിൽ വരുന്നു. അതിൻ്റെ ആ സിംറ്റംസിൻ്റെ ഡെവലപ്മെൻ്റാണ് പറയുന്നത്. അലൂമിന ഈസ് വെരി യൂസ്ഫുൾ ഇൻ ദീസ് കേസ്. അത്തരം കേസുകളിൽ, തണുപ്പോടി കയറി വരുന്ന കേസുകളിൽ അലൂമിന വളരെയധികം ഉപയോഗപ്രദമാണ്. അർജന്റം മെറ്റി വാസ് ദ റെമഡി യൂസ്ഡ് ബൈ ദ ഏർലിയർ ഹോമിയോപാത്സ് ഫോർ സിംഗേഴ്സ് ആൻഡ് ടോക്കേഴ്സ് വിത്ത് മച്ച് ട്രംബ്ലിംഗ് ആൻഡ് ലെറ്റിംഗ് ഡൗൺ ഓഫ് ദ വോയിസ് ബിഫോർ ദ വാല്യൂ ഓഫ് അലൂമിന വാസ് നോൺ ഇൻ സച്ച് കണ്ടീഷൻസ്. അപ്പോൾ അലൂമിനയുടെ മൂല്യം ഇത്തരം സാഹചര്യങ്ങൾ തിരിച്ചറിയപ്പെടുന്നതിന് മുൻപ് അർജന്റം മെറ്റാണ് പൊതുവെ പഴയ ഹോമിയോപാത്സ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ തണുപ്പടിച്ചിട്ട് പിന്നീട് അത് കൂടി വരുന്നു, ക്ഷീണിതാവസ്ഥ വരുന്നു, ആ പെക്യുലർ ടിക്ലിംഗ് സെൻസേഷൻ വരുന്നു. അവിടെ അർജന്റം മെറ്റിനേക്കാളും ഉചിതമായി വരുന്നത് അലൂമിനിയാണ്. ലെറ്റ് മി ടെൽ യു സംതിങ് ഹിയർ അബൌട്ട് റസ് ആസ് ഐ മേ നോട്ട് തിങ്ക് ഓഫ് ഇറ്റ് അഗെയിൻ. കേട്ടോ, ഞാൻ റസ്റ്റോക്സിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. കാരണം ചിലപ്പോൾ ഞാനത് മറന്നുപോയേക്കാം, അതിനെക്കുറിച്ച് ചിലപ്പോൾ ചിന്തിക്കാതെ വന്നേക്കാം. റസ്റ്റോക്സിൻ്റെ ലെക്ചറിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ഇത് കെൻറ്റിൻ്റെ ഒരു പൊതു സമീപനമാണ്. അത് ഓർമ്മ വരുമ്പോൾ അങ്ങ് പറയും, മറ്റൊന്നൊരു ലെക്ചറിലായിരിക്കും. അപ്പോൾ അത് സ്റ്റുഡൻസ് അത് നോട്ട് ചെയ്ത് വെക്കും. ഇത് എഡിറ്റ് ചെയ്ത സ്റ്റുഡൻസിൻ്റെ ഒരു ലേഖനം ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇത് കമ്പൈൽ ചെയ്ത ആൾ, ട്രാൻസ്ക്രൈബ് ചെയ്ത ആ ഒരു ടീമിൽപ്പെട്ട ഒരാൾ പറയുന്നത് ഓർമ്മ വരുമ്പോൾ പറയും. അപ്പം ഞങ്ങൾ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഞങ്ങൾ അപ്പോൾ തന്നെ വേറെ എഴുതി വെക്കും. എന്നിട്ട് അത് നോട്ട്സ് കമ്പൈൽ ചെയ്യുമ്പോൾ അതതിൻ്റെ ഭാഗത്തേക്ക് എഴുതി ചേർക്കും. അപ്പോൾ ഈ പുസ്തകം ഉപയോഗിക്കുന്നവർ അതിൻ്റെ ഭാഗത്ത് അത് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. മെനി ഓൾഡ് സിംഗേഴ്സ് ആഫ്റ്റർ ടേക്കിംഗ് ഗോൾഡ് ഹാവ് എ വീക്ക്നെസ് ലെഫ്റ്റ് ഇൻ ദ വോയിസ് വിച്ച് ദേ നോട്ടീസ് ഓൺ ബിഗിനിങ് ടു സിങ്. അപ്പോൾ ഈ പറഞ്ഞ അവസ്ഥ ഗായകർ പാട്ട് പാടി തുടങ്ങുമ്പോൾ, അതായത് തൊണ്ടയെ കൊണ്ട് ലാരിങ്സിനെയും ഈ സ്വനപേടകത്തെയും സ്വനതന്ത്രികളെയും കൊണ്ടുള്ള ആ അധ്വാനം, ആ എഫർട്ട് തുടങ്ങുമ്പോൾ അത് നോട്ട് ചെയ്യുന്നു. അവിടെയാണ് റസ്റ്റോക്സിൻ്റെ കടന്നുവരവ്. തുടങ്ങുമ്പോൾ പ്രശ്നം, കുറച്ച് കഴിയുമ്പോൾ അതിനൊരു ശമനം. ഓൺ ബിഗിനിങ് ടു സിങ് ദ വോയിസ് ഇസ് വീക്ക് ആൻഡ് ഹസ്കി, ബട്ട് ആഫ്റ്റർ യൂസിങ് ഇറ്റ് എ ലിറ്റിൽ വൈൽ ഇറ്റ് ഇംപ്രൂവ്സ്. അപ്പോൾ കുറച്ച് നേരം ഉപയോഗിച്ച് കഴിഞ്ഞ് അതിന് മെച്ചം വരും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു മൂവിയെ തുടങ്ങുമ്പോൾ, ചലിക്കാൻ തുടങ്ങുമ്പോൾ വേദന തരിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും അത് ശരിയാവുന്നു. പക്ഷേ ചലനം അമിതമായി വല്ലാത്ത എക്സർഷൻ വന്നാൽ വീണ്ടും തിരിച്ചു വരും. അപ്പോൾ റസ്റ്റോക്സിൻ്റെ ആ ഒരു അവസ്ഥ സ്വനവേടകത്തിനും ശബ്ദത്തിനും സംഗീതത്തിനും ഒക്കെ അത് ബാധകമാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഗിവ് റസ്റ്റോക്സ് ഓൾ ദീസ് പേഷ്യൻസ്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന എല്ലാത്തരം രോഗികൾക്കും റസ്റ്റോക്സ് കൊടുക്കുമെന്ന് പറയുന്നത്. പ്രിമാഡോണാസ്, ലോയേഴ്സ്, പ്രീച്ചേഴ്സ് എക്സെട്ര. പ്രിമാഡോണ ഈ ഓപ്പറയിലെ ലീഡ് പാടുന്ന സ്ത്രീ പ്രിമാഡോണ. അപ്പോൾ പ്രത്യേകിച്ച് വെസ്റ്റേൺ ഈ എൻസംബിൾ സിംഗിങ് ഇങ്ങനെ കൂട്ടമായിട്ട് പാടുമ്പോൾ, ഈ കൊയർ സിംഗിങ്, ദേവാലയ സംഗീതത്തിൽ, സംഘഗാനങ്ങളിലൊക്കെ വെസ്റ്റേൺ മ്യൂസിക്കിൽ പലതരം ഗ്രൂപ്പുകളുണ്ട്. കീഴ്സ്ഥായിയിൽ, താഴ്ന്ന ഫ്രീക്വൻസിയിൽ പാടുന്നവർ, ഉയർന്ന ഫ്രീക്വൻസിയിൽ പാടുന്നവർ, അത് ഓരോന്നിലും അതിനെ നയിക്കുന്നവർ, അങ്ങനെയൊക്കെ കൃത്യമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നായകസ്ഥാനം, സംഗീതത്തിൽ, ഓപ്പറ സംഗീതത്തിൽ നായകസ്ഥാനം വഹിക്കുന്നവർ, അതിൽ സ്ത്രീകൾ, അതാണ് പ്രിമാഡോണാസ്. അപ്പോൾ അവർ വളരെ ഷ്രീക്കിംഗ് വോയിസ്, വളരെ ഉച്ചസ്ഥായി, ഹൈ പിച്ചിൽ, ഹൈ ഫ്രീക്വൻസിയിൽ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഇതെടുക്കേണ്ടി വരും. വിശേഷം ഗ്രിഗോറിയൻ ചാൻറ്റ്, വെസ്റ്റേൺ ക്ലാസിക്കിൻ്റെ അടിസ്ഥാനമാണ് ഗ്രിഗോറിയൻ ചാൻറ്റ്. ദേവാലയ സംഗീതമായിട്ട് ബന്ധപ്പെട്ട, ക്രിസ്ത്യൻ ദേവാലയ സംഗീതമായിട്ട് ബന്ധപ്പെട്ട
അത് പാടുന്നത് കേട്ട് കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. എങ്ങനെ അത്രയും ദീർഘമായിട്ട് പാടാൻ സാധിക്കും? അപ്പം അങ്ങനെയൊക്കെ പാടുന്നവർക്ക് അത് പറ്റാതെ വരുന്നൊരവസ്ഥ. അപ്പോൾ അവിടെയൊക്കെ ധൈര്യമായിട്ട് റെസ്പോൺസ് കൊടുത്തോ എന്നാണ് എൻ്റെ പറയുന്നത്. അതേപോലെ പ്രാസംഗികർ, ലോയേഴ്സ്, കോടതിയിൽ ഇങ്ങനെ ദീർഘം ആയിട്ട് ഡിഫെൻഡ് ചെയ്തോ മറ്റോ വാദിക്കേണ്ടി വരുന്നവർ, അവർക്കൊക്കെ ധൈര്യമായിട്ട് ഈ ഒരു അവസ്ഥ, തുടക്കത്തിൽ പ്രശ്നം പിന്നെ കുഴപ്പമില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ റെസ്പോൺസ് കൊടുത്തോളൂ എന്നാണ് പറയുന്നത്. ദേ മസ്റ്റ് വാം അപ്പ് ദ വോയിസ് ആൻഡ് ദെൻ ദേ ആർ ഓൾ റൈറ്റ്. ബട്ട് ദേ സേ ഇഫ് ഐ ഗോ ബാക്ക് ടു ദ ഗ്രീൻ റൂം ആൻഡ് വെയിറ്റ് എ ലിറ്റിൽ വൈൽ വെൻ ഐ കമൻസ് ടു സിങ് അഗെയിൻ ഐ ആം വേഴ്സ് ദാൻ എവർ. ഉണ്ടോ? ആദ്യം പാടി അങ്ങോട്ട് ഒപ്പിച്ചു, പിന്നെ പോയി ഗ്രീൻ റൂമിലേക്ക് പോയി വിശ്രമിക്കാൻ പോയി, വീണ്ടും അടുത്ത പാട്ടിന് വരുമ്പോഴേക്കും സ്ഥിതി പഴയേക്കാൻ മോശമാണ്. റെസ്ട്രോക്സിൻ്റെ അവസ്ഥ തുടക്കത്തിൽ പ്രശ്നം, കുറച്ചങ്ങൾ പാടി എക്സ്പ്രഷൻ വരുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ കുറേ അങ്ങോട്ട് കഴിയുമ്പോഴേക്കും പഴയ അവസ്ഥ വീണ്ടും വരുന്നു. അതാണ് ഈ രണ്ടാമത്തെ പാട്ട് എന്ന് പറയുന്നത്. ആ ഒരു സെക്കൻഡറി അവസ്ഥ, റെസ്ട്രോക്സിൻ്റെ ടിപ്പിക്കൽ അവസ്ഥ അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ധൈര്യമായിട്ട് റെസ്ട്രോക്സ് കൊടുത്തു എന്നാണ് എൻ്റെ പറയുന്നത്. ദ വോയിസ് ഇസ് ബെറ്റർ ഇഫ് ദ സ്റ്റേ ഇൻ എ വെരി ഹോട്ട് റൂം ആൻഡ് കീപ് ഇറ്റ് ഇൻ യൂസ്. അപ്പോൾ നല്ല ചൂടുള്ള അവസ്ഥയിൽ നമുക്ക് റെസ്ട്രോക്സ് നേരത്തെ കണ്ടാണ്, കോൾഡ് ഡാമ്പ് വെതറിലാണ് അതിൻ്റെ വർധനവ്. ഹോട്ട് റൂമിൽ, ചൂടുള്ള മുറിയിൽ നിന്ന് ഇതിനാട് സ്ഥിരമായിട്ട് അത് ഉപയോഗിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ദിസ് ഫിറ്റ്സ് ഇൻ ദ ജനറൽ സ്റ്റേറ്റ് ഓഫ് റെസ്ട്രോക്സിൻ്റെ ഒരു പൊതു അവസ്ഥയോട് ചേരുന്നതുകൊണ്ടാണ് അത്തരം കണ്ടീഷനിൽ അതിനെ ഹീൽ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ഈ പർട്ടിക്കുലേഴ്സിൻ്റെ മേൽ ജനറൽസിനുള്ള സ്വാധീനം, അതിൻ്റെ മേൽക്കൈ, ഈ റെസ്ട്രോക്സിൻ്റെ ജനറൽ കണ്ടീഷനാണ്. ബിഗിനിങ് ഓഫ് എക്സർഷൻ പ്രശ്നം കൂടുന്നു, അഗ്രവേഷൻ, അത് സ്റ്റഡി ആകുമ്പോഴേക്കും കുറയുന്നു, വല്ലാതെ എക്സർഷൻ വരുമ്പോൾ വീണ്ടും കൂടുന്നു. അപ്പം അത് ഏതവയവത്തിലും, കാലിലായാലും കയ്യിലായാലും തൊണ്ടയിലായാലും സ്വനവേടത്തിൽ എവിടെയായാലും അതാണ് അവസ്ഥ. ജനറാലിറ്റീസിൻ്റെ പ്രാധാന്യം അതാണ്. ജനറാലിറ്റീസ് എഗ്രി ചെയ്യുന്നെങ്കിൽ പർട്ടിക്കുലേഴ്സ് കവർ ചെയ്താൽ ഇല്ലെങ്കിലും ശരി അത് ഹീൽ ചെയ്യും. ദർ ഇസ് എ കൈൻഡ് ഓഫ് ഹോഴ്സ്നെസ് ദാറ്റ് യു മേ ഡിസ്കവർ ടു ബി എ ലിറ്റിൽ ഡിഫറെൻറ്റ് ഫ്രം ദ പാരലിറ്റിക് ഹോഴ്സ്നെസ് ഓഫ് അലൂമിന ആൻഡ് അർജനം മെറ്റാലിക്കം. അപ്പോൾ അലൂമിനയുടെയും അർജനം മെറ്റാലിറ്റിക്കിൻ്റെയും ഈ തളർച്ച കൊണ്ട് ശബ്ദത്തിനുണ്ടാകുന്ന ആ ഹോഴ്സ്നെസ്സിൽ നിന്നും അല്പം വ്യത്യാസമായുള്ള ഒരു ശബ്ദത്തിൻ്റെ ഒരു പരുക്കനവസ്ഥ നിങ്ങൾ ചിലപ്പോൾ കണ്ടേക്കാം. അതെന്താണ്? ദിസ് ഹോഴ്സ്നെസ് ഓഫ് വിച്ച് ഐ സ്പീക്ക് ബിലോങ് ടു ദ സെയിം ക്ലാസ് ഓഫ് പീപ്പിൾ. നേരത്തെ പറയുന്ന ആ കൂട്ടത്തിൽപ്പെട്ടവർക്ക് തന്നെയാണ്. ഓൺ ഫസ്റ്റ് ബിഗിനിങ് ടു യൂസ് ദ വോയിസ് ഇറ്റ് സീംസ് ദാറ്റ് ദേ മസ്റ്റ് ഗെറ്റ് റിഡ് ഓഫ് സം മ്യൂക്കസ് ബൈ ക്ലിയറിംഗ് ദ ത്രോട്ട് അണ്ടിൽ ദ വോയിസ് ക്യാൻ ഗെറ്റ് ടു വർക്ക്. ഇനി ചെറിയൊരു വ്യത്യാസം, തുടക്കത്തിൽ പ്രയാസം എന്നുള്ളതിൽ നിന്ന് ചെറിയ വ്യത്യാസം എന്താ? തുടക്കത്തിൽ അല്പം കഫം, ആ കഫത്തെ ഒന്ന് കാർക്കിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും. ദ വോക്കൽ കോഡ്സ് ഓൺ ബിഗിനിങ് ടു വർക്ക് ആർ കവേർഡ് വിത്ത് മ്യൂക്കസ്. തുടക്കത്തിൽ അവിടുത്തെ കഫം ഈ സ്വനതന്ത്രികൾ പിടിച്ചിരിക്കുന്നുണ്ട്. ആൻഡ് ഓൺ ഗെറ്റിംഗ് റിഡ് ഓഫ് ഇറ്റ് ദേ ക്യാൻ ഡു വെരി ഗുഡ് വർക്ക്. ഇതാണ് കളഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് പാടാനോ പ്രസംഗിക്കാനൊക്കെ പറ്റും. സോ ലോങ് ആസ് ദേ കീപ്പ് അറ്റ് ഇറ്റ്. ഇനി ആ പാട്ട് തുറന്നുകൊണ്ടിരിക്കണം. സോ ലോങ് ആസ് ദേ കീപ്പ് അറ്റ് ഇറ്റ്. പാട്ട് തുറന്നുകൊണ്ടിരിക്കണം, നിർത്തിയിട്ട് വീണ്ടും തുടങ്ങിയാൽ വീണ്ടും പ്രശ്നം വരും. എന്താണ് അത് കവർ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഫോസ്ഫറസ്. അത് ഫോസ്ഫറസിൻ്റെ കണ്ടീഷനാണ്. കണ്ടോ, ഇത്ര മനോഹരമായിട്ടുള്ള കമ്പാരിസൺ കണ്ടില്ലേ? അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് അർജനം മെറ്റാലിക്കോ അല്ലെങ്കിൽ അലൂമിനയോ റെസ്ട്രോക്സോ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറും, വീണ്ടും വരും. ആവർത്തിച്ച് കൊടുക്കും, അത് സപ്രഷനായി പോകും. പക്ഷെ ആ ചെറിയ വ്യത്യാസത്തിൽ അവിടെ വരുന്നത് ഫോസ്ഫറസ് ആണ്. ഇൻ സച്ച് കേസസ് ദ യൂസ് ഓഫ് വോയിസ് ബിക്കംസ് പെയിൻഫുൾ. അത്തരം കണ്ടീഷനിൽ ശബ്ദത്തിൻ്റെ ഉപയോഗം വേദനാജനകം കൂടിയാകും. Sometimes this is so marked that it is like stabbing with a knife on trying to use the voice. ചിലപ്പോൾ കത്തി കൊണ്ട് കുത്തുന്ന പോലെ, ശബ്ദം ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ കത്തി കൊണ്ട് കുത്തുന്ന പോലത്തെ ഒരു വേദന, അത്രയ്ക്ക് രൂക്ഷമായ വേദന പോലും വരാം ഫോസ്ഫറസിൻ്റെ കണ്ടീഷനിൽ. സോ വി മസ്റ്റ് ഇൻഡിവിജ്വലൈസ് ഹോഴ്സസ് വെരി എക്സ്റ്റെൻസീവ്ലി. ഉണ്ടോ? ഇവിടെയാണ് അതിൻ്റെ ആ കെൻഡ് തരുന്ന പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇൻഡിവിജ്വലൈസേഷൻ വളരെ എക്സ്റ്റെൻസീവ്, വളരെ വിശദമായിട്ട് തന്നെ ഇൻഡിവിജ്വലൈസ് ചെയ്യണം. ഹോമിയോപ്പതി ഈസ് എ മാറ്റർ ഓഫ് ഡിസ്ക്രിമിനേഷൻ. ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, വ്യത്യാസപ്പെടുത്തുക, വ്യതിരിക്തത കണ്ടെത്തുക. ഒരു പേഷ്യൻ്റെ തനിമ മറ്റ് ഒരു കൂട്ടം രോഗികളിൽ നിന്നും ഒരു രോഗിയെ തനിമയുള്ളവനാക്കുന്നത് എന്താണ്? അസാധാരണമായ സിംറ്റംസ്, അസാധാരണമായിട്ടുള്ള പെക്യുലിയാരിറ്റീസ്. അതാണ് പറയുന്നത്. ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, തരംതിരിച്ച് വ്യതിരിക്തമായി മാറ്റി നിർത്തുക. ഒരു രോഗിയെ സമാന ലക്ഷണങ്ങളുള്ള
രോഗികളുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുക. അപ്പം അതാണ് അയാളുടെ ഏറ്റവും സന്തോഷകരമായ കാര്യം. വളരെ അയാൾ ടിപ്പിക്കൽ അവസ്ഥയിലേക്ക് വളരെ കണിശമായിട്ട് വളരെ വളരെ സ്പെസിഫിക് ആയിട്ട് അയാളുടെ ആ ഒരു അവസ്ഥയെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുക. അതാണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഹോമിയോപ്പതി എന്ന് പറയുന്ന ആ ഡിസ്ക്രിമിനേഷൻ്റെ ഒരു കലയാണെന്നാണ് എൻ്റെ പറയുന്നത്. സോർനസ് ഓഫ് ദ ചെസ്റ്റ് വിച്ച് ഈസ് മച്ച് ഇൻക്രീസ്ഡ് ബൈ ടോക്കിംഗ്. അപ്പോൾ ചെസ്റ്റിൻ്റെ ആ ഒരു സോർനസ്, സോർ പെയിനും മറ്റുമൊക്കെ സംസാരം കൊണ്ട് വർദ്ധിക്കുന്നു. ദർ ഇസ് വീക്ക്നെസ് ഓഫ് ദ മസ്കുലർ പവർ ഓഫ് ദ ചെസ്റ്റ്. നെഞ്ചിൻ്റെ ആ പേശികളുടെ ശക്തിയിൽ ഒരു കുറവ് സംഭവിക്കുന്നു. അപ്പോൾ ശ്വസിക്കാൻ പ്രയാസം, ശ്വസിക്കുമ്പോൾ വേദന ഉണ്ടാവും. ലങ്സ് സീംസ് വീക്ക്. ശ്വാസകോശങ്ങൾ ക്ഷീണിതമായിരിക്കുന്നു. ദ ചെസ്റ്റ് ഹാസ് എ സെൻസേഷൻ ഓഫ് വീക്ക്നെസ് ഇൻ ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് ചെസ്റ്റിന് പൊതുവെ ഒരു ക്ഷീണിതാവസ്ഥയുടേതായിട്ടുള്ളൊരു തോന്നൽ അനുഭവം. ജാർ ഇൻക്രീസസ് ദ മിസറി ഓഫ് ദ ചെസ്റ്റ്. ചെറിയ ചലനങ്ങൾ, ചെറിയ അനക്കങ്ങൾ ഈ ചെസ്റ്റിൻ്റെ മിസറി, അതിൻ്റെ പ്രയാസം, അതിൻ്റെ വിഷമത വർദ്ധിപ്പിക്കുന്നു. ദ നെക്സ്റ്റ് മോസ്റ്റ് സ്ട്രൈക്കിംഗ് ഫീച്ചർ വിൽ ബി ഇൻ കണക്ഷൻ വിത്ത് ദ ബാക്ക് ആൻഡ് ലിംസ്. അടുത്ത വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പിൻഭാഗത്തും കൈകാലുകളിലുമാണ്. ആൻഡ് ഐ ഹാവ് സ്പോക്കൺ ഓഫ് ദീസ് ഇൻ എ ജനറൽ വേ. ഇതിനെക്കുറിച്ച് ഞാൻ പൊതുവായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബേണിംഗ് ഇൻ ദ സ്പൈൻ, നട്ടലിൽ പൊള്ളുന്ന പോലത്തെ അനുഭവം. മച്ച് പെയിൻ ഇൻ ദ ബാക്ക്, പിൻഭാഗത്ത് വല്ലാതെ വേദന. ബേണിംഗ് ആൻഡ് സ്റ്റിച്ചിങ് പെയിൻസ് ഇൻ ദ ബാക്ക്, പിന്നിൽ പൊള്ളലും കുത്തുന്ന പോലുള്ള വേദന. ഈ എക്സ്പ്രസസ് ഇറ്റ് ആസ് ഫോളോസ്. അതിങ്ങനെയായിരിക്കും പറയുന്നത്. പെയിൻ ഇൻ ദ ബാക്ക്, പിന്നിൽ വേദന. ആസ് എ ഹോട്ട് അയോൺ വാസ് ത്രസ്റ്റ് ത്രൂ ലോവർ വെർട്ടിബ്രേ. നട്ടലിൻ്റെ കീഴ്ഭാഗത്ത് കൂടി ഒരു ചൂടുള്ള ഇരുമ്പ് കൊണ്ട് കയറ്റിയാകുന്ന പോലുള്ള വേദന. ഇൻ മൈലൈറ്റീസ് ദിസ് മെഡിസിൻ ഡസ് വണ്ടർഫുൾ വർക്ക് വെൻ ദർ ഇസ് എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് സ്പാസ്മോട്ടിക് കണ്ടീഷൻ ഓഫ് ദ ബാക്ക് ആസ് വെൽ. അപ്പോൾ നട്ടലിൽ വീക്കം, മൈലൈറ്റീസിൽ ഈ അലൂമിന അത്ഭുതകരമായ ഒരു പ്രവൃത്തി കാഴ്ചവെക്കും. എപ്പോഴാണ് അവിടെ ഒരു സ്പാസ്മോഡിക് കണ്ടീഷൻ കൂടി അവിടെ ഉണ്ടെങ്കിൽ, ശ്രദ്ധേയമായ അളവിൽ സ്പാസ്മോഡിക് കണ്ടീഷൻ കൂടി ഉണ്ടെങ്കിൽ അത്ഭുതകരമായി പ്രവർത്തിക്കും. ഇതിൽ നിന്ന് കാണുന്നത് എന്താണ്? ഷോയിങ് ദാറ്റ് ദ മെംബ്രെയിൻസ് ആർ ഇൻവോൾവ്. മെംബ്രെയിൻസും അവിടെ ഇൻവോൾവ് ആയി കഴിഞ്ഞു, ബാധിക്കപ്പെട്ട് കഴിഞ്ഞു. അനദർ തിങ് ദാറ്റ് ബിലോങ്സ് ടു ദിസ് റെമഡി, ദർ ഇസ് എ വെൽ നോൺ സ്റ്റേറ്റ് ഇൻ മൈലൈറ്റിസ് ഈസ് ദ ഹൂപ്പ് സെൻസേഷൻ. നമ്മൾ നേരത്തെ കണ്ടാണ് ഹൂപ്പ് സെൻസേഷൻ. അവിടെ ഇങ്ങനെ കെട്ടുകെട്ട പോലത്തെ ഒരു തോന്നൽ. സെൻസേഷൻ ഓഫ് ബാൻഡേജസ് ഹിയർ ആൻഡ് ദർ അബൌട്ട് ദ ലിംസ് ആൻഡ് ബോഡി ഈസ് എ കോമൺ സിംറ്റം. അപ്പോൾ കൈകാലുകളിലും ശരീരത്തിൻ്റെ അവസ്ഥയിൽ ഇങ്ങനെ ബാൻഡേജ് ഇട്ട പോലെ, കെട്ടിയിട്ട പോലുള്ള തോന്നൽ, അത് ഇതിൻ്റെ ഒരു മൈലൈറ്റീസിൻ്റെയും അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ളൊരു തോന്നലാണത്. ദ സെൻസേഷൻ ഓഫ് എ ടൈറ്റ് കോട്ട് അറൌണ്ട് ദ ബോഡി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മോസ്റ്റ് മാർക്ഡ് സ്റ്റേറ്റ് ഓഫ് ഇറിറ്റേഷൻ ആൻഡ് മൈലൈറ്റിസ്. അപ്പോൾ മൈലൈറ്റിസിൻ്റെയും നട്ടൽ വീക്കത്തിൻ്റെയും അതുമായിട്ട് ബന്ധപ്പെട്ട അസ്വസ്ഥതകളുടെയും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു തനിമയാണ് ഈ ഒരു ചരട് കൊണ്ടിങ്ങനെ മുറുക്കി കെട്ടിയ പോലുള്ള തോന്നൽ കൈകാലുകളിലും ശരീരത്തിലും. ഇറിറ്റേഷൻ ഓഫ് സ്പൈനൽ കോഡ് വിത്ത് സെൻസിറ്റീവ് പ്ലേസസ്. സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ സ്പൈനൽ കോഡിന് സുഷുമ്നാ നാഡിയിൽ ഒരു ഇറിറ്റേഷൻ. ബേണിംഗ് പ്ലേസസ് ആസ് എ ഹോട്ട് അയോൺ വേർ ഫോഴ്സ്ഡ് ഇൻ ദ സ്പൈൻ. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ചൂടുള്ള ഒരു ഇരുമ്പ് തണ്ട് നട്ടിലൂടെ ഇങ്ങനെ കുത്തിക്കയറ്റിയാകുന്ന പോലുള്ളൊരു അവിടെ എവിടെയൊക്കെയാണ് പൊള്ളൽ. പെയിൻ അലോങ് ദ കോഡ്സ്, റണ്ടിങ്, ടിയറിങ് പെയിൻസ് ഇൻ ദ കോഡ്സ് വിത്ത് പാരലിറ്റിക് വീക്ക്നെസ്. ഒരു തളർച്ചയായിട്ടുള്ളൊരു വീക്ക്നെസ് അലൂമിനിയിൽ പൊതുവേ ഉണ്ട്. അതിനോട് ചേർന്ന് റണ്ടിങ് പെയിൻ, ടിയറിങ് പെയിൻ, എല്ലാത്തരം വേദനകളും. ഇൻക്രീസിങ് പാരലിസിസ് ആൻഡ് കംപ്ലീറ്റ് പാരലിസിസ്. വർദ്ധിച്ചു വരുന്ന ഒരു തളർച്ച, സമ്പൂർണ്ണമായിട്ട് തളർച്ച. പാരലിസിസ് ഓഫ് വൺ സൈഡ് ഓഫ് ദ ബോഡി, ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോകുന്നു. അലൂമിനിയുടെ വളരെ ശ്രദ്ധേയമായ അവസ്ഥകളാണ്. എത്രയോ തനിമയാർന്ന അവസ്ഥകളാണ്. അതുപോലെ എത്രയോ കമ്പാരിസൺസ്. റസ്റ്റോക്സിനെ കുറിച്ചൊക്കെ ഉള്ള നമ്മൾ അതിൻ്റെ ലെക്ചറിൽ കേട്ടിട്ടില്ലാത്ത അറിവുകൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഒരു എപ്പിസോഡ് കൂടി കഴിയുമ്പോൾ അലൂമിനിയം എന്നുള്ള സുദീർഘമായ വളരെ പ്രധാനപ്പെട്ട അധ്യായം അവസാനിക്കുകയാണ്. ഇതുവരെ ഈ പരമ്പര ശ്രദ്ധിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. തുടർന്നും ഈ ചാനൽ വാച്ച് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.